ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. അതാ പണ്ടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിനടിയിലും തലകണിരടിയിലൊക്കെ നോക്കും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഇപ്പൊ പിന്നെ ഒന്നും വെക്കാറില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഖത്തീബ ചോദിക്കുന്ന, അല്ലാതെ മക്കളല്ല ചോദിക്കുന്നേ. ജനാസ കൊണ്ടുവന്ന് പുത്തനങ്ങാടി പള്ളിയിൽ വെച്ചിട്ട് ഫൈസി ഉസ്താദ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് എന്താ ഫൈസി ഉസ്താദിന്റെ വാപ്പായ കിടക്കണേ? അല്ലല്ലോ, വല്ലവന്റെ വാപ്പ. നീ ചോദിയിര്, അത് ചോദിക്കത്തില്ല. മക്കളെ ചോദിക്കത്തില്ല. എടാ, മക്കളല്ലേ പറയേണ്ടത് ഈ കിടക്കുന്നത് എന്റെ വാപ്പ. ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും. കൂടുതൽ മക്കളും പറയാറില്ല, കാരണം ആരെങ്കിലും ചെന്നാലോ കൊടുക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. പറയാ, എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പുത്തരങ്ങാടി പള്ളിയിലൂടെ വായി നോക്കി നടന്നപ്പോ ഇങ്ങനെ തലയും കുനിച്ച് നടന്നു. അപ്പം ചോദിക്കണ്ടായിരുന്നു. അപ്പൊ പൊരുത്തവും ചോദിക്കണ്ട, കടവുള്ള കാര്യം പറയണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ അപ്പോഴല്ല ചെയ്യണ്ടേ. പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയുക, അല്ല എന്നെ കയറ്റിവിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം. അല്ല എന്നെ ഒന്ന് കയറ്റിവിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം. റൂഹ് പിടിക്കാൻ വരുമ്പോ അസ്രായിലിനോട് പറയുന്നു, ഒരു മിനിറ്റ് താ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് സദക്ക കൊടുക്കണം. എത്ര കൊല്ലം തന്നായിരുന്നു പെങ്ങന്മാര് നിങ്ങൾക്കൊക്കെ? അല്ല എത്രയോ കൊല്ലം നിങ്ങൾക്ക് തന്നു. അപ്പൊ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവസാനം നാണം കെട്ട് നഷ്ടവാടിയെ പോലെ, പരാജയപ്പെട്ടവരെ പോലെ മോഹങ്ങൾ ബാക്കിയാക്കിയിട്ട് പോകുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഒറ്റ പ്രതിഫലം, നല്ല മനോഹരമായ ഒരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ പടച്ചവനെ വല്ലാത്ത ആയുസായിരുന്നോ. വയല് കേൾക്കാമെന്ന പെങ്ങളെ, 30, 25, 30 വയസ്സുള്ളവർ 35 വയസ്സായി, 40 വയസ്സായി, ഉസ്താദേ നടക്കാൻ വയ്യ, കുനിയാൻ വയ്യ, രോഗമാണ്, വേദനയാണ്, പ്രയാസമാണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങള്. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, 75, 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന നിന്റെ ഉമ്മ, അല്ലാഹുവേ കണ്ണിനെത്ര കാഴ്ചയായിരുന്നു, വളച്ചവനെ എന്തൊരാരോഗ്യമായിരുന്നു പെങ്ങള്. ഉമ്മ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് വുളുവെടുത്ത് നിസ്കരിച്ചില്ലേ? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയുടെ ഗുഹ്യഭാഗത്ത് ഉമ്മയുടെ മൂത്രം കഴുകാനോ കാഷ്ടം കഴുകാനോ ഒരു ദിവസം പോലും നിന്റെ ഉമ്മ നിന്നെ സമ്മതിച്ചില്ലല്ലോ. കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഉമ്മ മരിക്കുന്ന ദിവസവും സ്വന്തം തന്നെ ബാത്റൂമിൽ പോയി ഉമ്മ തന്നെ തന്റെ കാര്യം കഴിഞ്ഞു. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇരിക്കണവര് 40, 50 വയസ്സ്, പ്രഷർ, ഷുഗർ എല്ലാം ഹൈ ലെവലാ, ഇപ്പോഴേ കഴിക്കുന്നുണ്ട്. അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു 70, 75 എത്തുവോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എത്തിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം കാറ്റുപോയ ബലൂണ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, പ്രഷറും ഷുഗറും ആരടോ? ഇവിടെ പണ്ടത്തെ ഉമ്മമാരൊക്കെ 90, 95 വയസ്സ് വരെ ജീവിക്കുമ്പോഴും സ്വന്തം നടക്കും. എന്തൊരു ആരോഗ്യം! ഇന്ന് ഒരെണ്ണം പ്രസവിച്ചതേ ഉള്ളൂ, വേദന തുടങ്ങി. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ, ഖുർആൻ ഓതിയ കിട്ടുന്ന ഒരു പ്രതിഫലം അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം, അവരുടെ ബുദ്ധി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ബോധമില്ല. ഈ നിൽക്കുന്നത് മകനാണോ, മകളാണോ, ഭാര്യയാണോ, കൂടപ്പുറപ്പാണോ, ആരാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ബുദ്ധി തിരിഞ്ഞു പോകാം. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അർദുൽ ഉംറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരവസ്ഥയെ തൊട്ട് ഖുർആൻ ഓതുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കണം. എന്ത് പൊരുത്തം ചോദിക്കാൻ വല്ലാത്ത മടി എന്താ? ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. നിസ്കരിക്കാനും വിവാദത്തുകൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ യാചിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തങ്ങളെ എല്ലാവരും ആ ശുഹദാ മഖാമിലേക്ക് കടന്നു വരുമ്പോ ഖബർസാനിലൂടെയല്ലേ കടന്നു വരുന്നത്? പടച്ചവനെ, താഴെയുള്ള വഴിയിലൂടെ വരുമ്പോ പെണ്ണുങ്ങൾക്ക് വരാനുള്ള വഴിയിൽ ഖബറാട്, ആണുങ്ങൾ പോകുന്ന വഴിയിലും ഖബറാട്. സഹോദരാ, ആ ഖബർ
ഖബറിനെക്കാളും നിനക്ക് ഉപദേശം തരാ ലോകത്താരെക്കൊണ്ടാ കഴിയുക? നിന്നെ പോലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുമായി ഈ നാട്ടിൽ ജീവിച്ച എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളിപ്പറമ്പിൽ കിടക്കുകയാണ്. അവരാഗ്രഹിക്കുന്നു, പടച്ചവര് എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലോ, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലോ. പെങ്ങളെ, നിനക്ക് അല്ലാഹു അവസരം തന്നല്ലോ, നിനക്ക് ചാൻസ് തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു അവസരം തന്നല്ലോ. എന്തുകൊണ്ടാണ് നീ നന്മ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നീ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത്? അല്ലാഹു അവസരം തന്നിട്ട് പാഴാക്കിയിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണം പറയുന്നത് ഇഷ്ടമല്ല, ഖബർ പറയുന്നത് ഇഷ്ടമല്ല, നരകം പറയുന്നത് ഇഷ്ടമല്ല. പടച്ചവനെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് പോലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നാകാനുള്ള എളുപ്പവഴി പറഞ്ഞപ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാ നബി തങ്ങളോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലാനാ. ആ ഖബറിന്റെ ചാരത്ത് കൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും നിങ്ങളും നടക്കുന്നത്. ആ ഓർമ്മയില്ലല്ലോ ഉപ്പാ, ആ ഓർമ്മയില്ലല്ലോ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പൊരുത്തം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കൂ. അത് വാപ്പയോടാണോ, ഉമ്മയോടാണോ, കൂടപ്പുറപ്പിനോടാണോ, കുടുംബക്കാരോടാണോ, അയൽവാസിയാടോടാണോ, നാട്ടുകാരോടാണോ, ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും ദുനിയാവിൽ വെച്ച് ചോദിച്ചോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കൂ. അല്ലാതെ മടങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ. പടച്ചവനെ, തൗബ ചെയ്താൽ അല്ലാഹു കള്ളു കുടിച്ചവനെ പുറത്തു കൊടുക്കുമല്ലോ, വ്യഭിചരിച്ചവനെ പുറത്തു കൊടുക്കുമല്ലോ, പലിശ തിന്നവനെ പുറത്തു കൊടുക്കുമല്ലോ, സിറക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചറബ് പുറത്തു കൊടുക്കുമല്ലോ. കാരണം അല്ലാഹു കരുണയുള്ളവനാ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ആ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നീ എന്തെങ്കിലും മോശമായത് പറഞ്ഞു, അവളെ വേദനിപ്പിച്ചു, അവളെ നാണം കെടുത്തി, എന്നിട്ട് നീ തൗബ ചെയ്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവരുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കൂ. മനുഷ്യനും മനുഷ്യനുമുള്ളത് മനുഷ്യനും തീർക്കണമെന്നാണ്. അതുകൊണ്ട് പടച്ചവര്, പാപ്പാ, നീ രാവും പകലും ഇങ്ങനെ നടക്കുമ്പോ ഒരുപാട് പേരെ കാണുന്നവനല്ലേ. കുറ്റം പറഞ്ഞവര് നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ നടക്കുന്നല്ല വാപ്പാ. എന്തേ പൊരുത്തം ചോദിക്കാത്തത്? എന്തേ നിനക്ക് ചോദിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അവരോട് പൊരുത്തം ചോദിക്കൂ. പടച്ചവനെ, കടം വല്ലതുമുണ്ടോ? നിസാരമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനാസ പള്ളിയിൽ കൊണ്ടുവച്ച നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ജനാസയ്ക്ക് കടമുണ്ടോ? സ്വഹാബാ, ജനാസയ്ക്ക് കടമുണ്ടോ? സഹാബാ, കടമുണ്ടെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ? കടമില്ലെന്ന് പറഞ്ഞാലേ നബി തങ്ങൾ നിസ്കരിക്കാറുള്ളൂ.